ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആയിരിക്കുന്നത് ആരാണെന്നുള്ള ബൈബിൾ പറയുന്നത് 1 തെസ്സലോനിയർ 5:23 പറയുന്നത് now the God of peace may sanctify you spirit soul body. മൂന്ന് ഘടകങ്ങൾ വെച്ചാണ്, അല്ലെങ്കിൽ ട്രൈ പാർട്ടായിട്ടാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. സോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആരാണ്? ഒരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിൽ നിന്നാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. പിന്നെ പറയുന്നത് ട്രൂത്തിലാണ് ആരാധിക്കുന്നത്. അപ്പൊ ദൈവം ആരാന്നുള്ളത് വചനമാണ് നമ്മളെ റിവീൽ ചെയ്യുന്ന ദൈവം ആരാണ്. ലോകമല്ല, നമ്മുടെ ചിന്തകളല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ആരാന്നുള്ള വെളിപ്പാട് ദൈവം റിവീൽ ചെയ്തത്. ഇപ്പോൾ റോമൻസ് 1 പറയുന്നു ദൈവം ആരാന്നുള്ളത് സൃഷ്ടിയിലൂടെ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. എല്ലാവർക്കും ചിലർ പറയും, ഞാൻ നേച്ചറിന്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ ദൈവത്തോട് അടുത്തായി ഒരു ഐ ഫീൽ ലൈക്ക് ഐ എം ക്ലോസ് ടു ഗോഡ് വെൻ ഐ എം ക്ലോസ് ടു നേച്ചർ. I'm sure you heard that, right? And that's because nature is revealing God. ഇതെല്ലാം കണ്ടിട്ട് they don't think, wow, I am great. They look at all this and like, wow, there is something out there, and they feel close to that someone. But the Bible says, and then the second level of revelation about who God is through redemptive history. God chose Abraham. Through Abraham, he really, and so again, this is the whole narrative. The whole Bible tells us of the story of how God is revealing himself. അപ്പോൾ കാണപ്പെടാത്ത ദൈവം പിതാവാണ്. ആ കാണപ്പെടാത്ത ദൈവത്തിന്റെ ദൃശ്യമായ രൂപമാണ് ക്രിസ്തു. ആ ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ ദൈവം ആരാധന ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. So God is spirit. God is one, 3 persons. അതേപോലെ God is spirit എന്ന് പറയുന്നത് He is Father, Son, Holy Spirit. His entity, I am a human being. I am Eben, son of Mattai and Bina. So I am human being എന്ന് പറയുമ്പോൾ എൻ്റെ ontology, എൻ്റെ അതുപോലെ God is spirit. We are also created as spirit beings. And God, we can only connect with the reality of God from your spirit. Amen?